First question. An investor deposits rupees 10,000 in a bank for 3 years at an interest rate of 10% per annum. Calculate the total interest rate under simple interest and compound interest compounded annually. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല P ഇൻറ്റു ആർ ഇൻറ്റു ടി, അല്ലെങ്കിൽ നമുക്ക് P ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 എന്നുള്ള ഫോർമുലയും യൂസ് ചെയ്യും. ഇവിടെ P ഇൻറ്റു ആർ ഇൻറ്റു ടി ആണുള്ളൂ, അതായത് അതുകൊണ്ട് നമ്മൾ ആർ എന്തായിട്ട് എടുക്കണം? പെർസെൻറ്റേജ് എന്ന് മാറ്റണം. അതല്ല P ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നുള്ള ഫോർമുലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ ബൈ 100 എന്നുള്ള ഈ ഫോർമുലയാണെന്നുണ്ടെങ്കിൽ 10 തന്നെ എഴുതിയാൽ മതി, 0.010 ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും യൂസ് ചെയ്യാറുണ്ട്. അപ്പം പ്രിൻസിപ്പൽ 10,000 ആണ്, റേറ്റ് 10%, അതായത് 0.10, ടൈം 3. ഓക്കെ, 3 ഇയേഴ്സ് ആണ്. അപ്പോൾ 3 P ഇൻറ്റു ആർ ഇൻറ്റു ടിയിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് 3,000 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫ്യൂച്ചർ വാല്യൂ, അതായത് എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ? എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പ്രിൻസിപ്പൽ ഇൻറ്റു 1 + r റേസ് ടു n. പ്രിൻസിപ്പിൾ എന്താണ് ഇവിടെ? 10,000 ആണ് പ്രിൻസിപ്പിൾ. അപ്പോൾ 10,000 ഇൻറ്റു 1 + 0.10 റേസ് ടു 3, അതായത് 13,310. ഇതെന്താണ്? എമൗണ്ട് ആണ്, അതായത് ലാസ്റ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് കിട്ടിയത്? നമുക്ക് 13,310 കിട്ടിയത്. അപ്പോൾ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ, അതായത് 13,310 മൈനസ് 10,000, 3,310. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഫസ്റ്റിൽ ചെയ്തപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ചെയ്തപ്പോൾ നമുക്ക് 3,000 എന്നും കിട്ടി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചെയ്തപ്പോൾ നമുക്ക് 3,310 എന്നും ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബിസിനസ് റിക്വയർസ് 50,000 അറ്റ് ദ എൻഡ് ഓഫ് 4 years. If the discount rate is 8% per annum, how much should the business invest today to achieve the goal? അപ്പോൾ ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രസൻറ്റ് വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് 50,000 തന്നിരിക്കുന്നത്? ഫ്യൂച്ചർ വാല്യൂ. ഈ ബിസിനസ് റിക്വയർ 50,000 അറ്റ് ദ എൻഡ് ഓഫ് 4 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞ് 50,000 വേണം. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ആണ് 50,000 തന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് 8%, അതായത് 0.08, 8 ബൈ 100. പെർസെൻറ്റേജിനെ എങ്ങനെ മാറ്റാം? ബൈ 100 ചെയ്യാം. അപ്പോൾ 8 ആകുമ്പോൾ 8 ബൈ 100, 0.08. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 4 years. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? പ്രസൻറ്റ് വാല്യൂ കാണാനുള്ളത് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + i റേസ് ടു n. ഫ്യൂച്ചർ വാല്യൂ 50,000, 1 + i എന്ന് പറയുന്നതാണ് എന്ത്? 0.08. അപ്പോൾ 0.01 + 0.08 റേസ് ടു 4. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടി? 36,751.19 rupees. അടുത്തത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി യൂസിങ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. Calculate the required cost of equity capital for a company whose risk-free return is 6%. The market rate of return is 12% and the company's systematic risk factor is 1.5. അപ്പോൾ നമുക്കിവിടെ 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട്. റിസ്ക് ഫ്രീ റേറ്റിനെ നമ്മൾ RF എന്ന് പറഞ്ഞിട്ട് എടുക്കുക, അത് 6% ആണ് തന്നിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് റേറ്റ് തന്നിട്ടുണ്ട്, അത് RM ആയിട്ട് എടുക്കും, അത് 12% ആണ്. പിന്നെ എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് ഫാക്ടർ, അത് പറഞ്ഞാൽ ബീറ്റ. സിസ്റ്റമാറ്റിക് റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ബീറ്റ, അതിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 1.5 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഫോർമുല? എങ്ങനെയാണ് നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? നമ്മുടെ ഫോർമുലയാണ് RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. എന്താണ്? RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അതായത് RF എന്താണ് ഇവിടെ? 6% അല്ലേ? അപ്പോൾ 6% പ്ലസ് ബീറ്റ 1.5 ഇൻറ്റു 12% മൈനസ് 6%. അതായത് 6% പ്ലസ് 1.5 ഇൻറ്റു 6%. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടി? 15%. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്താണ്? 15%. അടുത്തത് ആൽഫ ലിമിറ്റഡ് ഹാസ് ആൻ ഇക്വിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചർ വർത്ത് 60 lakh. ഓക്കെ, 6 lakh അല്ല, 60 lakh. ആൻഡ് ഡെറ്റ് വർത്ത് 40 lakh. അപ്പോൾ ഡെപ്റ്റ് എത്ര ഉണ്ട്? 40 lakh ഉണ്ട്, ഇക്വിറ്റി 60 lakh ഉണ്ട്. ദ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് 14% ആൻഡ് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് 8%. കമ്പ്യൂട്ട് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്നില്ലാന്നെങ്കിൽ ടേബിളിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ വാല്യൂ ഓഫ് ഇക്വിറ്റി നമുക്ക് എത്ര കിട്ടിയിട്ട് എത്ര തന്നിട്ടുണ്ട്? 60 lakh ആണ്. വാല്യൂ ഓഫ് ഡെറ്റ് 40 lakh ആണ്. പിന്നെ
കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് തന്നിരിക്കുന്നത് 14% ആണ്, അതായത് 0.14. കോസ്റ്റ് ഓഫ് ഡെറ്റ് നമുക്ക് 8% ആണ്, അതായത് 0.08. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്യാപിറ്റൽ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 crore കിട്ടും അല്ലേ? 60 lakh പ്ലസ് 40 lakh 1 crore നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒന്നെങ്കിൽ ടേബിളിൽ ഇങ്ങനെ വരച്ചിട്ട് എഴുതാം. അത് ഇവിടെ വാല്യൂ ഓഫ് ഇക്വിറ്റി, വാല്യൂ ഓഫ് ഡെറ്റ്, എന്നിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ്, കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ പെർസെൻറ്റേജ്, ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും ടോട്ടൽ ആഡ് ചെയ്തിട്ട് എഴുതാം. എന്നിട്ട് അടുത്തതിൽ ഇതിൻ്റെ വെയിറ്റഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടേബിളായിട്ട് എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി വെയിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ വെയിറ്റ് കണ്ടുപിടിക്കുക? ഇക്വിറ്റിയുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഈ 60 lakh ഡിവൈഡഡ് ബൈ 1 crore, 60 lakh ഡിവൈഡഡ് ബൈ 1 crore, അപ്പോൾ എന്ത് കിട്ടും? 0.60. അപ്പോൾ അത് വേണം നമ്മളിവിടെ എഴുതാം, 0.60. ഇനി ഡെറ്റിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 40 lakh ഡിവൈഡഡ് ബൈ 1 crore, 40 lakh ഡിവൈഡഡ് ബൈ 1 crore എന്ന് പറയുമ്പോൾ 0.40. അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക? ഈ 0.10 ഇൻറ്റു 0.60 ചെയ്താൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് കിട്ടും. 0.80 ഇൻറ്റു 0.40 ചെയ്താൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് കിട്ടും. എന്നിട്ട് അത് രണ്ടും കൂടി ടോട്ടലായിട്ട് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം, W ഇൻറ്റു KE പ്ലസ് WD ഇൻറ്റു KD. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ 0.60 ഇൻറ്റു 0.14 പ്ലസ് 0.40 ഇൻറ്റു 0.08. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ആൻസർ 11.6%. അടുത്തത്, a project requires an initial investment of 30,000 and generates net cash inflow of 12,000, 15,000 and 10,000 over 3 years. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ നെറ്റ് ക്യാഷ് ഫ്ലോ, അതായത് ഓരോ വർഷത്തിലുള്ള ക്യാഷ് ഫ്ലോസും, അങ്ങനെ 3 വർഷത്തെ ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്. 12,000, 15,000, 10,000. എന്തൊക്കെ കണ്ടുപിടിക്കണം? പേ ബാക്ക് പീരിയഡ് കണ്ടുപിടിക്കണം, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം, അസ്യൂമിങ് എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കൗണ്ട് റേറ്റ് 10%. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പേ ബാക്ക് പീരിയഡ് കണ്ടുപിടിക്കാം. ഇനീഷ്യൽ ഔട്ട്ലേ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 30,000 ആണ്. ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ 12,000, സെക്കൻഡ് ഇയറിലെ 15,000. അപ്പോൾ ഇവിടെ എന്താണ് ക്യുമുലേറ്റീവ് എന്ന് പറയാൻ കാരണം ഈ 12,000 പ്ലസ് 15,000 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ 27,000 എന്ന് പറയുന്നത്. അതിനെയാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. റിമൈനിങ് ബാലൻസ് നീഡഡ് ആഫ്റ്റർ ഇയർ 2 ഇസ് 30,000 മൈനസ് 20,000, 3,000. അതായത് നമുക്ക് 30,000 ആണ് നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് പേ ബാക്ക് പീരീഡിൻ്റെ ഫോർമുല എന്താണ്? ഓൾറെഡി നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് ഇയേഴ്സ് പ്ലസ് നമുക്ക് എക്സ്ട്രാ ഇനി എത്ര എമൗണ്ട് വേണം എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് അല്ല, അതിൻ്റെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഫ്രാക്ഷൻ, അത് അങ്ങനെയാണ് നമ്മളത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പേ ബാക്ക് പീരീഡ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 12,000 rupees ഇൻഫ്ലോ ഉണ്ട്. സെക്കൻഡ് ഇയറിൽ 15,000 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയും കൂട്ടുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 12,000, ഫസ്റ്റും സെക്കൻഡും കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 27,000 കിട്ടി. ഇനി ഫസ്റ്റും സെക്കൻഡും തേർഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? തേർഡ് ഇയറിൽ എത്രയെന്നാണ് പറയുന്നത്? 10,000 അല്ലേ? അപ്പോൾ 27,000 പ്ലസ് 10,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 37,000 കിട്ടും. പക്ഷേ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര ഉണ്ടോ? ഇല്ല, 30,000 ആണുള്ളത്. അപ്പോൾ ആ 30,000 കിട്ടാൻ ഇനി നമുക്ക് എത്ര എമൗണ്ടും കൂടി ബാക്കിയുണ്ട്? 27,000 കഴിഞ്ഞാൽ 37 എന്ന് പറയുമ്പോൾ കൂടി അല്ലേ? അപ്പോൾ കൂടുതൽ വേണ്ട, നമുക്ക് ഇതിന് മുമ്പുള്ള എമൗണ്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 12,000 പ്ലസ് 15,000 നമുക്ക് 27,000 കിട്ടി. 30,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ നമുക്കിനി 3,000 കൂടിയാണ് എന്തുള്ളത്? ബാക്കിയുള്ളത്. 3,000 കൂടി നമുക്കിനി വേണം. അപ്പം നമുക്ക് മൂന്നാമത്തെ വർഷത്തിൽ എത്രയാണ് ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത്? 10,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3,000 നമുക്ക് വേണ്ട എമൗണ്ട് 3,000 ആണ്. 10,000 നമുക്ക് എന്ത് ചെയ്യും? ആ ഇയറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 3,000 ബൈ 10,000 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 0.3 ഇയേഴ്സ്. അപ്പോൾ 2 ഇയർ കൊണ്ട് നമുക്ക് 27,000 കിട്ടും. 0.03 ഇയർ കൊണ്ട് നമുക്ക് 3,000 കിട്ടും. അങ്ങനെ അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പേ ബാക്ക് പീരീഡ്, അതായത് പേ ബാക്ക് പീരീഡ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര കാലം കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വർഷവും പ്ലസ് 0.3 ഇയേഴ്സ്, അതായത് 2.3 ഇയേഴ്സിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 30,000 നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് പറയുന്നത്.
ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇയർ 1 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂൻ്റെ ആ ടേബിൾ നോക്കിയിട്ട് നമ്മൾ 10% നേരെയുള്ള ഇയർ 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും എമൗണ്ട് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇതും ടേബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇയർ എഴുതുക, പിന്നെ എമൗണ്ട് ഇവിടെ അതിൻ്റെ PV ഫാക്ടർ 10% എമൗണ്ട് എഴുതുക, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത എമൗണ്ട് PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ട് ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എഴുതിയിട്ട് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിക്കാം. അതായത് ഈ മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ടേബിളിനെയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യാം? ഈ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എമൗണ്ട് ആണ് 12,000. ഫസ്റ്റ് ഇയറിൻ്റെ 10%-ൻ്റെ ഫാക്ടർ വാല്യൂ ആണ് എന്ത് 0.909. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10,908 കിട്ടി. രണ്ടാമത്തെ ഇയറിൽ 12,390 കിട്ടി. മൂന്നാമത്തെ ഇയറിൽ 7,510 കിട്ടി. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 30,808. 30,808. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഇനി NPV നമ്മൾ എങ്ങനെ കാണുക? ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് എന്താണ്? എത്രയാണ്? 30,808 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 30,808 മൈനസ് 30,000 ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 808. അപ്പോൾ NPV നമുക്ക് എന്ത് കിട്ടി? 808. ഇനി പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ നമ്മൾ എങ്ങനെ നോക്കുക? NPV പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം, കാരണം പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത്, A company declares an annual cash dividend of rupees 4.50 per share. The current market trade price of the stock is 90 rupees per share. Find the dividend yield of this company asset. Okay. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഡിവിഡൻഡ് ഈൽഡ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഡിവിഡൻഡ് പെർ ഷെയർ തന്നിട്ടുണ്ട്. എത്ര ഡിവിഡൻഡ് പെർ ഷെയർ? 4.50. ഒരു ഷെയറിൻ്റെ ഡിവിഡൻഡ് 4.50 ആണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് 1 ഷെയർ എത്രയാണ്? 90 rupees ആണ്. അപ്പോൾ എന്താണ് ഡിവിഡൻഡ് ഈൽഡ് കാണാനുള്ള ഫോർമുല? ഡിവിഡൻഡ് പെർ ഷെയർ ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻറ്റു 100%. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.50 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100% ചെയ്യുമ്പോൾ നമുക്ക് 5% എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിവിഡൻഡ് yield എത്രയാണ്? 5%.